തിരുവല്ലം ക്ഷേത്രത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ബലി തർപ്പണമാണ്. എന്താണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം? ബലിതർപ്പണം ഏറ്റവും കൂടുതൽ നടക്കുന്ന നിത്യബലി ഏറ്റവും കൂടുതൽ നടക്കുന്ന ക്ഷേത്രമാണ് തിരുവല്ലം ക്ഷേത്രം. ഈ 3 സ്ഥലങ്ങളാണ് പ്രധാനമായും നിത്യബലിക്ക് പറഞ്ഞിരിക്കുന്നത്. 1 ഇല്ലം, 2 നെല്ലി, 3 വല്ലം. ഇല്ലം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ കുടുംബങ്ങൾ, നെല്ലി എന്ന് പറഞ്ഞാൽ തിരുനെല്ലി ക്ഷേത്രമാണ് ഉദ്ദേശിക്കുന്നത്, വല്ലം എന്ന് പറഞ്ഞാൽ തിരുവല്ലം ക്ഷേത്രം. അങ്ങനെ ഏറ്റവും കൂടുതൽ ബലി നടക്കുന്നത് നോക്കുമ്പോൾ തിരുവല്ലം ക്ഷേത്രമാണ്. ഇവിടെ നടക്കുന്ന ബലി എല്ലാ ദിവസവും ഒരേ രീതിയിലുള്ള ബലി തർപ്പണമാണോ അതോ അതിന് പ്രത്യേക ഘട്ടങ്ങളുണ്ടോ? ബലി തന്നെ 3 വിധമുണ്ട്. 41 ബലിയുണ്ട്, മാസബലിയുണ്ട്, ആണ്ടുബലിയുണ്ട്. ഈ 41 ബലി എന്ന് പറയുമ്പോൾ ഈ ദോഷങ്ങളുണ്ട്, 4 ദോഷങ്ങളുണ്ട്. ആ പിണ്ടനൂൽ ദോഷം, കരിനാൾ ദോഷം, വസ്തുപഞ്ചക ദോഷം, ഇങ്ങനത്തെ ദോഷങ്ങളുണ്ട്. ആ ദോഷങ്ങളും കൂടെ ഇതോടൊപ്പം തന്നെ തീർക്കാറുണ്ട്, 41 ബലിയോടൊപ്പം തീർക്കാറുണ്ട്. അതുകൂടാതെ ആണ്ടുബലി, മാസബലിയും നടക്കാറുണ്ട്. മാസബലി എന്ന് പറഞ്ഞാൽ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് കൂടുതൽ മാസബലികൾ നടത്താറ്. എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ മാസവും ഈ നാൾ നോക്കി 27 ദിവസം ഇടവിട്ട് നാൾ വരും. ഈ നാളുകളിൽ വന്നിട്ട് ബലിയിടും. 13ാമത്തെ പ്രാവശ്യം ഒരു രൂപം കൊണ്ടുവന്നിട്ട്, ആൾ രൂപം, പുരുഷ രൂപം അല്ലെങ്കിൽ സ്ത്രീ രൂപം കൊണ്ടുവന്നിട്ട് ഇവിടെ പരശുരാമസ്വാമിയുടെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ചെയ്യാറ്. ഇവിടെ ബലിതർപ്പണം നടത്തുന്നതിൽ വിവിധ സമുദായങ്ങൾ, വിവിധ മതവിശ്വാസക്കാർ ഒക്കെ പങ്കെടുക്കാറുണ്ടോ? ഉണ്ട്, എല്ലാ മതവിശ്വാസികളും പങ്കെടുക്കാറുണ്ട്. വിവിധ ജാതിയിൽപ്പെട്ടവരും എല്ലാവരും പങ്കെടുക്കാറുണ്ട്. ഇപ്പോൾ വിദേശികളും ഇവിടെ വരാറുണ്ട്. ഏത് ദിവസമാണ് ബലിക്ക് പ്രത്യേകത? ബലിക്ക് കറുത്ത വാവിന്, വാവുകൾക്കെല്ലാം ഇവിടെ പ്രത്യേകതയുണ്ട്. കറുത്ത വാവ് പ്രത്യേകിച്ച് ഈ കർക്കിടകത്തിലെ കറുത്ത വാവാണ് ഈ അമ്പലത്തിൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസം. ഈ ക്ഷേത്ര ബലിയോടൊപ്പം തന്നെ തിലഹോമം നടത്തുന്നുണ്ടല്ലോ. എന്താണ് ഈ തിലഹോമം? തിലഹോമം എന്ന് പറഞ്ഞാൽ എള്ളുകൊണ്ട് ശ്രീ വിഷ്ണു ഭഗവാന് വേണ്ടി ചെയ്യുന്ന ഹോമമാണ് തിലഹോമം. ഈ തിലഹോമം എന്ന് പറഞ്ഞാൽ 2 തരത്തിൽ ഇവിടെ തിലഹോമം നടത്താറുണ്ട്. ഒന്ന്, ഈ ദുർമരണങ്ങൾ നടക്കുകയാണെങ്കിൽ ബലി ആദ്യത്തെ മാസബലിക്ക് തന്നെ ഒരു ആൾരൂപം കൊണ്ടുവന്നിട്ട് തിലഹോമത്തിന് കൊടുത്തു. അതിനുശേഷം എല്ലാ മാസബലിക്കും തിലഹോമത്തിന് വെച്ചതിന് ശേഷം അവസാനം സമർപ്പിക്കുന്നു. അല്ലാതെ സാധാരണ മരണമാണ് സംഭവിച്ചതെങ്കിൽ ആണ്ടുബലിക്ക് നേരിട്ട് സമർപ്പിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ.